സത്യത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത് ആർക്കുമത്ര പിടിച്ചിട്ടില്ല. അതിന്റെ കോലാഹലങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴിതാ സന്ദീപ് വാര്യർക്ക് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകുന്നതിൽ രൂക്ഷ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എത്തിയിരിക്കുന്നു. മുൻ AICC അംഗവും K കരുണാകരന്റെ സന്തത സഹചാരിയുമായിരുന്ന വിജയൻ പൂക്കാടനാണ് വിമർശനം ഉന്നയിച്ചത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു ആ വിമർശനം. സന്ദീപ് കോൺഗ്രസിലേക്ക് വന്നത് കൊള്ളാമെങ്കിലും സന്ദീപ് വാര്യരുടെ ഉപദേശം കോൺഗ്രസിനോട് വേണ്ടെന്നാണ് പ്രധാന വിമർശനം. നേതാക്കൾക്ക് വിലയിട്ട് വാങ്ങാൻ ഇത് BJP അല്ല. BJPയുടെ രീതി പുറത്തു വെച്ചിട്ട് വേണം അകത്തേക്ക് കടക്കാനെന്നും കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് കുറച്ച് ഒതുക്കം കാണിക്കണമെന്നുമാണ് കുറിപ്പ്. കോൺഗ്രസ് ശക്തമായ നേതൃനിരയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് മറ്റു പാർട്ടിയിൽ നിന്നുമുള്ള നേതാക്കളുടെ ആവശ്യമില്ല. എന്നാൽ കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തിലേക്ക് വരുന്നവരെ സംരക്ഷിക്കും. പക്ഷേ പാർട്ടി നേതൃത്വത്തിലേക്ക് നിരവധി ചെറുപ്പക്കാർ നിരന്നു നിൽക്കുന്നുണ്ടെന്നും വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. അതേസമയം BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരുടെ പദവി സംബന്ധിച്ച് KPCC പുനഃസംഘടനയ്ക്ക് മുൻപ് തീരുമാനം വരുമെന്നാണ് റിപ്പോർട്ട്. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ ധാരണയായെന്നാണ് സൂചന. തീരുമാനം വൈകരുതെന്നും സജീവ പ്രവർത്തനത്തിൽ ഇറങ്ങണമെന്നും സന്ദീപ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പാർട്ടി ഏതു പദവി തന്നാലും സ്വീകരിക്കുമെന്ന് AICC നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ ഒരു പ്രമുഖ മാധ്യമത്തോട് വ്യക്തമാക്കിയതാണ്. സംസ്ഥാന നേതൃത്വത്തിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടയാളല്ല താനെന്നും തിരഞ്ഞെടുപ്പ് ജയം നേതൃത്വത്തിനുള്ള അംഗീകാരമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു. ഏകാധിപത്യ അന്തരീക്ഷത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് എത്തിയതിന്റെ ആശ്വാസത്തിലാണ് താനെന്നും സന്ദീപ് വാര്യർ പറയുകയുണ്ടായി. ദില്ലിയിലെത്തിയ സന്ദീപ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ ദാസ് മുൻഷി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സന്ദീപ് വാര്യർക്ക് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനു പിന്നാലെയാണ് വിമർശനവുമായി ഇപ്പോൾ കോൺഗ്രസ് നേതാവ് രംഗത്തു വന്നത്. അതേസമയം സന്ദീപ് വാര്യർ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണിയെ സന്ദർശിച്ചതും ശ്രദ്ധേയമായിരുന്നു. തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വസതിയിലാണ് സന്ദർശനം നടത്തിയത്. ആന്റണിയുടെ അനുഗ്രഹവും ഉപദേശങ്ങളും മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രധാനമാണെന്ന് സന്ദീപ് വാര്യർ പറയുകയുണ്ടായി. BJP എന്ന സ്വേച്ഛാധിപത്യ സംവിധാനത്തിൽ നിന്നും പുറത്തുവന്ന് കോൺഗ്രസ് എന്ന ജനാധിപത്യ മതേതര സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയുന്നതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും കഴിഞ്ഞ 10 വർഷം ഭിന്നിപ്പിന്റെ രാഷ്ട്രീയവുമായി BJP രാജ്യം ഭരിച്ചപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന സുരക്ഷാ മതിലായാണ് കോൺഗ്രസ് പ്രവർത്തിച്ചതെന്നും ആ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത് പൊതുജീവിതത്തിലെ വലിയ സൗഭാഗ്യമായി കാണുന്നതായും സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു. അതിനിടെ സന്ദീപിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് INTUC പ്രവർത്തകർ സ്ഥാപിച്ച ബോർഡ് അജ്ഞാതർ നശിപ്പിക്കുകയുണ്ടായി. വെറും പ്രാദേശിക നേതാവ്, ചീള് കേസ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾ, 190 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാൾ മാത്രം എന്നിങ്ങനെ തന്നെ വിശേഷിപ്പിച്ച സുരേന്ദ്രനും സംഘവും എന്തിനാണ് തന്റെ ഫ്ലക്സ് ബോർഡ് പോലും ഭയക്കുന്നതെന്നാണ് സന്ദീപ് ചോദിച്ചത്. പടപിടിച്ച് പാലക്കാട്ട് നിന്ന് ഓടി പന്തളത്ത് പോയപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്നതാണ് BJPയുടെ അവസ്ഥ. പന്തളം മുനിസിപ്പാലിറ്റിയിൽ BJP നേരിടുന്ന ഭരണ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരിഹാസം. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായിരുന്ന C കൃഷ്ണകുമാറിനായിരുന്നു പന്തളം മുനിസിപ്പാലിറ്റിയുടെ സംഘടനാ ചുമതല. അതിനാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നടിച്ചിരുന്നു.